ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആസ് യൂഷ്വൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ സാർ ലണ്ടനിൽ എത്തിയിട്ടില്ല, പിന്നെ സാർ ഇതെവിടെ പോയി, ആ സത്യം ഞാൻ എങ്ങനെ ഇവിടെ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞനെ. അപ്പോൾ മുത്തശ്ശി ചെന്നിട്ട് ചോദിക്കും, മോളെ നീ കുഞ്ഞനെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല മുത്തശ്ശി, എത്ര വിളിച്ചിട്ടും ലൈൻ കണക്റ്റ് ആവുന്നില്ല. പോട്ടെ മോളെ, അവൻ നിന്നെ വിളിച്ചില്ലെങ്കിലും ശ്രുതി മോളെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ വിളിക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എത്ര തിരക്കാണെങ്കിലും അവൻ എന്നെ ഒന്ന് വിളിക്കായിരുന്നു, അങ്ങനെ വിളിക്കാറുണ്ടല്ലോ, മുത്തശ്ശിക്കും അത് അറിയുന്നതല്ലേ എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരുന്ന് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഞ്ഞനെ ഒന്ന് ലൈനിൽ കിട്ടട്ടെ എന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ് നിൽക്കണ്ടോ അഞ്ജലി. അതും കേട്ടുകൊണ്ടായിരിക്കും നമ്മുടെ ശ്രുതി അങ്ങ് എത്തുന്നത്. ഞാൻ എങ്ങനെ ഇവരോട് സത്യങ്ങൾ പറയും? അഞ്ജലി ചേച്ചിയോട് സത്യം പറഞ്ഞാൽ അത് അവരുടെ കുഞ്ഞിനെ കൂടി ബാധിക്കല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ മാനേജറെ വിളിച്ചു നോക്ക്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ കുഞ്ഞൻ എവിടെയാണെന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി അതേപോലെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കുന്ന നേരത്ത് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ കയ്യിലുള്ള ഫോൺ എടുത്ത് അശ്വിൻ വിളിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. ഹലോ സാർ, ഞങ്ങൾ സാറിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇവിടെ സുഖാണ്, മുത്തശ്ശിക്കും അഞ്ജലി ചേച്ചിക്കൊക്കെ സുഖാണ്, സാറിന് സുഖാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആരാ, കുഞ്ഞനാ എന്ന് ചോദിക്കാട്ടോ അഞ്ജലി. അതേ എന്ന് ശ്രുതി പറയുമ്പോഴേക്കും അഞ്ജലി ശ്രുതിയുടെ അടുത്ത് എത്തുന്നുണ്ട്. ശ്രുതി, കുഞ്ഞനല്ലേ, ആ ഫോൺ ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും, അതെ ചേച്ചി, സാർ ഇപ്പൊ അർജന്റ് മീറ്റിംഗിൽ കയറാൻ വേണ്ടി നിൽക്കുക, അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും അഞ്ജലി പറയുന്നുണ്ട്, പെട്ടെന്ന് വെക്കാ, എന്നോട് ഒരു വാക്ക് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി, മീറ്റിംഗിന് കയറാൻ പോവാ ചേച്ചി, വിളിക്കാ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ അഞ്ജലി സന്തോഷിച്ച് നിൽക്കാണ് ആ കുഞ്ഞൻ വിളിച്ചല്ലോ എന്നുള്ള കാര്യത്തില്. അങ്ങനെ അഞ്ജലി അങ്ങ് പോകുന്ന നേരത്തെ നമ്മുടെ മുത്തശ്ശി ശ്രുതിയുടെ അടുത്ത് തന്നെ കാണും കേട്ടോ. അപ്പോ ശ്രുതി ഇങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെവിയിൽ വെച്ച് തന്നെ ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ മുത്തശ്ശിക്ക് മനസ്സിലായി ശ്രുതി കള്ളത്തരാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ മുത്തശ്ശി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ശ്രുതി ഓടി റൂമിൽ കയറാണ് കേട്ടോ. പിറകെ നമ്മുടെ മുത്തശ്ശിയും പോകുന്നുണ്ട്. ശ്രുതി, നീ എന്തൊക്കെയാ ഞങ്ങളോട് മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രുതി. നീ ഇപ്പൊ തന്നെ കുഞ്ഞൻ വിളിച്ചെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞത് എന്തിനാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ആകെ വിഷമമാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എയർപോർട്ടിൽ പോയി തിരിച്ചു വന്നത് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടല്ല, എയർപോർട്ടിലേക്ക് പോകും വഴിയാണ് ആ കോൾ എനിക്ക് വന്നത്. അശ്വിൻ സാർ ലണ്ടൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിക്ക് ആകെ ടെൻഷനാവാണ് കേട്ടോ. നീ എന്തൊക്കെയാ ശ്രുതി ഈ പറയുന്നത്? കുഞ്ഞൻ ഇതുവരെ ലണ്ടനിൽ എത്തിയില്ലേ, പിന്നെ അവൻ എവിടെ പോവാനാ? അറിയില്ല മുത്തശ്ശി, മാനേജറാണ് വിളിച്ചത്. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോ അവർക്ക് മറ്റൊന്നും അറിയില്ലെന്നാ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നത് നമ്മുടെ എനിക്ക് അവിടെ നിന്ന് കേൾപ്പുണ്ടായിരിക്കും കേട്ടോ. അത് നേരെ വിട്ടുവിടാതെ കൊണ്ടുപോയി കൊടുക്കും നമ്മുടെ മനോരമയുടെ അടുത്ത്. അപ്പൊ ഹോട്ട് ന്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത്. എന്ത് ഹോട്ട് ന്യൂസ്? അതെ, ഒരാൾ ലണ്ടനിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതാണോ ഹോട്ട് ന്യൂസ്? ഇതൊക്കെ കൂൾ ന്യൂസാ. ശ്രുതി ലണ്ടനിൽ പോവാൻ നിന്നതും തിരിച്ചു വന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അത് NK ബേബി ഇപ്പോഴാണോ അറിയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആന്റി, അതല്ല, അശ്വിൻ ഇതുവരെ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ, എന്താ NK ബേബി നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം തന്നെ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ബോധരഹിതയായിട്ട് വീഴും പോവാണ്. അങ്ങനെ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ NK പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനേ അശ്വിൻ ബ്രോ ലണ്ടനിൽ എത്താത്ത വിവരം മനോരമ ആന്റിയോട് പറയുകയായിരുന്നു. അത് അഞ്ജലി ചേച്ചി കേട്ടു എന്ന് തോന്നുന്നു, അങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും ശ്രുതിയും മുത്തശ്ശിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കാണ്. അങ്ങനെ അഞ്ജലിയെ റൂമിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്ന നേരം അഞ്ജലിക്ക് ബോധം വരികയാണ് കേട്ടോ. പിന്നെ ഭയങ്കര കരച്ചിലാണ്. ശ്രുതിയൊക്കെ വഴക്ക് പറയാണ് കേട്ടോ. ശ്രുതി, നീ അല്ലേ പറഞ്ഞത് നിന്നെ കുഞ്ഞൻ വിളിച്ചെന്ന്? ആ സമാധാനത്തിലായിരുന്നില്ലേ ഞാൻ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോ ശ്രുതി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയും, സാറ് ലണ്ടനിൽ എത്തി, മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തില്ല എന്നല്ലേ ആ മാനേജർ പറഞ്ഞത്. സാറ് മറ്റെവിടെങ്കിലും പോയതാണെങ്കിലോ? സാറിനെ എയർപോർട്ടിലേക്ക് കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്നൊക്കെ പറയാട്ടോ ശ്രുതി. അപ്പോൾ നമ്മുടെ ശ്യാമാണെങ്കിൽ അതുപോലെ തന്നെ പറയാൻ കേട്ടോ. ശ്രുതി പറഞ്ഞതുപോലെ അളിയൻ ലണ്ടനിൽ എത്തി കാണും, പക്ഷെ ചിലപ്പോ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മാനേജർ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ആകാശ് ഏട്ടനെ വിളിച്ചിരുന്നു, വിളിച്ചിട്ട് കിട്ടാതിരുന്നോണ്ടാ എന്നെ വിളിച്ചത്, ഞാനൊന്ന് ഏട്ടനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് വിളിക്കുന്ന ഒരു ഭാഗത്തോടെ നമ്മുടെ എപ്പിസോഡ് തീരുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്